മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിർമ്മലൈറ്റീസ് റീയൂണിയൻ 2019 എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു. നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് ഒരു നാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രവുമായി 6.5 പതിറ്റാണ്ട് നീണ്ട അഭേദ്യമായ ബന്ധമാണുള്ളത്. മൂവാറ്റുപുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഈ കലാലയത്തിൽ പഠിച്ചിറങ്ങി ജീവിത വിജയത്തിന്റെ പടവുകൾ കയറിയ ഒട്ടേറെ പേരാണുള്ളത്. കാലപ്രവാഹത്തിൽ തങ്ങളുടെ ഇഷ്ട കലാലയത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ദൂരങ്ങളിൽ ഇരുന്ന് കണ്ടും കേട്ടും അറിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ആ കലാലയാങ്കണത്തിൽ ഒത്തുചേരുകയായിരുന്നു. ഒരു വട്ടം കൂടി സഹപാഠികളെയും അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരെയും ഒരുമിച്ച് കാണാനും പരിചയം പുതുക്കാനും കിട്ടിയ അവസരം ഓരോരുത്തരും ഒരു ദിനം മുഴുവനും പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ഞാൻ നിർമ്മല കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു. 1953-57. അതിൽ 55 മുതലാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. 53-54 ഇൻ്റർമീഡിയറ്റ് ബാച്ചായിരുന്നു. ഇൻ്റർമീഡിയറ്റ് ബാച്ചിൽ പെൺകുട്ടികളില്ലായിരുന്നു. 55 തൊട്ടാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായത്. 57 ഡിഗ്രി കഴിഞ്ഞിറങ്ങി. അങ്ങനെ ഈ നിർമ്മല കോളേജുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പരിപാടികൾക്ക് കഴിയാൻ ആരോഗ്യം സമ്മതിച്ചില്ലെങ്കിലും ഇതിൽ പങ്കെടുക്കാറുണ്ട്. നിർമ്മലേറ്റ് റീയൂണിയൻ 2019 എന്ന പേരിൽ കോളേജിൽ സംഘടിപ്പിച്ച പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഓരോ ബാച്ചുകളുടെയും ഒത്തുചേരൽ, പൂർവ്വ അധ്യാപക സംഗമം, 50 വയസ്സ് പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, 70 വയസ്സ് പൂർത്തിയാക്കിയ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് നടന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. എനിക്കേറെ സന്തോഷമുള്ളത് 53 ആദ്യ ബാച്ച് മുതൽ ഇപ്പോൾ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് 2019 ബാച്ച് വരെയുള്ളവർ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു സമ്മേളനമാണ്. ഇവിടെ പറഞ്ഞു ശരിയാണ്, കുടുംബ സമ്മേളനമാണ്. നിർമ്മല കുടുംബത്തിൻ്റെ സമ്മേളനം ഒരു ഉത്സവ പ്രതീതിയാണ് വന്നപ്പോൾ ഉണ്ടായത്. ആദ്യത്തെ സമർപ്പിത സംഗമം, അതിനുശേഷം അലുമിനി സംഗമം, ഇതെല്ലാം ഒരുമിച്ച് വരുന്നത് നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയാൻ വേണ്ടിയാണ്. ഈ നിർമ്മല കോളേജിൽ നിന്നും പോയിട്ടുള്ള എല്ലാ വ്യക്തികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒത്തിരിയേറെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റിസ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപ് കുമാർ സാർ ഇവിടെ ഉണ്ട്. അങ്ങനെ അനേകം വ്യക്തികൾ ഒത്തിരിയേറെ തലങ്ങളിൽ അവരുടെ മികവ് തെളിയിച്ചവരാണ്. നിർമ്മല അലുമിനി അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് തോമസ് മാത്യു ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മോൺസിഞ്ഞോർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ, മോൺസിഞ്ഞോർ തോമസ് മലേക്കുടി, റിട്ടയർഡ് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ, മുൻ കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ TM ജോസഫ്, അഡ്വക്കേറ്റ് ടോമി കളമ്പാട്ടുപറമ്പിൽ, ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴുകിൽ തുടങ്ങിയവർ സംസാരിച്ചു. അലുമിനി അസോസിയേഷൻ ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എല്ലാവരും ഒത്തൊരുമിച്ച് പഠിച്ചും പഠിപ്പിച്ചുമിറങ്ങിയ കലാലയമുറ്റത്ത് ഒരു ദിനം ചെലവഴിച്ച് സ്നേഹവിരുന്നിലും പങ്കെടുത്താണ് എല്ലാവരും മടങ്ങിയത്. വീണ്ടും ഒരു നാൾ കൂടി ഒത്തുകൂടാമെന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തി. കാലം അവർക്കായി വീണ്ടും ഒരു ഒത്തുചേരലിന് വേദിയൊരുക്കുമെന്ന് കലാലയം പറയുന്നുണ്ടാവണം. ഓർത്തുവെക്കാൻ നല്ലത് മാത്രം പകർന്നു നൽകിയ മൂവാറ്റുപുഴയുടെ സ്വന്തം കലാലയം, അതാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്.